ട്യൂഷൻ സെന്ററിലെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 8ാം ക്ലാസ്സിലെ ഇംഗ്ലീഷാണ് നമ്മൾ എടുക്കണേ. ഇംഗ്ലീഷ് നമ്മൾ ഇന്ന് പാഠം തുടങ്ങുകയാണ്. നമ്മളിപ്പോ ഹിന്ദി ഒരു പാഠം കഴിഞ്ഞു. അതിന് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് നമുക്ക് ഇനി പിന്നെ പഠിക്കാം, ഞാൻ പറഞ്ഞുതരാം. അപ്പൊ പാഠം നന്നായിട്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടാവും ഹിന്ദിയില്. ഇനി നമ്മൾ ഇംഗ്ലീഷാണ് തുടങ്ങുന്നത്. ഇംഗ്ലീഷ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. It was written by Charles D. Coster. ആരെഴുതിയതാണ്? ചാൾസ് ഡി കോസ്റ്റർ എഴുതിയ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ദ മിസ്റ്റീരിയസ് പിക്ചർ. എന്താ മിസ്റ്റീരിയസ്? വിചിത്രമായിട്ടുള്ള ഒരു പിക്ചർ. വളരെ വിചിത്രമായിട്ടുള്ള ഒരു പിക്ചറാണ്. നമ്മുടെ ഇവിടുത്തെ ക്യാരക്ടറാണ് ടിൽ. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിംഗ് ഫ്രം ദ കോർട്ട്. എല്ലാവരും പാഠത്തിൽ ശ്രദ്ധിക്കാട്ടോ. ദ മിസ്റ്റീരിയസ് പിക്ചർ എന്ന് പറയുന്നത് ഇത് എവിടെ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മുടെ അവിടെ ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് ദ സ്റ്റോറി ഫ്രം ദ ലെജൻഡ് ഓഫ് ദ ഗ്ലോറിയസ് അഡ്വെഞ്ചേഴ്സ് ഓഫ് ടിൽ വിലൻസ്തികൾ. ഹി നരേറ്റ് an interesting episode from the life of an artist. ഇതിൽ അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഇവിടെ ഒരു ആർട്ടിസ്റ്റിന്റെ ജീവിതമാണ് ടിൽ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ. ആ ടില്ലിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം. ഹി വാസ് എ ഗുഡ് ആർട്ടിസ്റ്റ്. അത്രയും നല്ല ഒരു ആർട്ടിസ്റ്റിനെ അയാളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. In the course of his wandering from court to court. അപ്പൊ നമ്മുടെ ക്യാരക്ടർ ഇവിടെ നന്നായിട്ട് ക്വസ്റ്റ്യൻസ് പഠിക്കാനുണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഓഫ് ടിൽ. ഹു ഇസ് ദ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ? ഹു ഇസ് ദ ഹീറോ? ദ ടിൽ ആണ് ഇവിടുത്തെ ഹീറോ കേട്ടോ. ടില്ലിന്റെ ആ ക്യാരക്ടർ സ്കെച്ച് നമ്മൾ പഠിക്കണം. ടിൽ ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിംഗ് ഫ്രം കോർട്ട് ടു കോർട്ട്. ടിൽ എന്താ ചെയ്യുന്നത്? ഇൻ ദ കോഴ്സ് ഓഫ് ഹിസ് വാണ്ടറിംഗ് വണ്ടർ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. ഫ്രം കോർട്ട് ടു കോർട്ട്. ഒരു കോർട്ടിൽ നിന്ന് വേറൊരു കോർട്ടിലേക്ക്. കോർട്ട് എന്താ? കൊട്ടാരം. ഒരു കൊട്ടാരത്തിൽ നിന്ന് വേറൊരു കൊട്ടാരത്തിലേക്ക്, രാജാക്കന്മാരുടെ അടുത്തേക്ക് മാറി മാറി ഇങ്ങനെ പോവുകയാണ്. റോഡ് ടു ദ പാലസ് ഓഫ്. അങ്ങനെ അവസാനം റോഡ് എന്താ സ്പെല്ലിംഗ്? RODEE. എന്താ RODE? റോഡ് എന്ന് പറഞ്ഞാൽ റൈഡിന്റെ പാസ്റ്റ് ടെൻസ്. റൈഡ് എന്താ? സവാരി ചെയ്യുക. കുതിരപ്പുറത്ത് റൈഡ് ചെയ്യുക, സവാരി ചെയ്യുക. അപ്പൊ റോഡ് എന്ന് പറഞ്ഞാൽ സവാരി ചെയ്തു വന്നു. ടു ദ പാലസ് ഓഫ്. അങ്ങനെ എവിടെ എത്തി? ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഓൺ ഹിസ് ഡോങ്കി. കുതിരപ്പുറത്ത് അല്ല അവൻ വന്നത്. എങ്ങനെയാ സവാരി ചെയ്തു തന്നെ? ഓൺ ഹിസ് ഡോങ്കി. ഡോങ്കി എന്താ? അവന്റെ കഴുതയുടെ. ആ കഴുതയുടെ പുറത്താണ് ആര് കയറി വരുന്നത്? ആർച്ച് ഡ്യൂക്കിനെ കാണാൻ. ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലേക്ക്. ഏത് ആർച്ച് ഡ്യൂക്കിന്റെ? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ബാറ്റൻബർഗിലെ ആർച്ച് ഡ്യൂക്കിന്റെ കൊട്ടാരത്തിലേക്ക് ആരെത്തിയിരിക്കുന്നു? ടില്ല് എത്തിയാണ്. ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ് അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ. അപ്പൊ ടില്ല് വന്നിരിക്കുകയാണ്, കൊട്ടാരത്തിലേക്കാണ് വന്നിരിക്കുന്നത്. പക്ഷെ അവന്റെ ക്ലോത്ത് വസ്ത്രങ്ങളും ആൻഡ് അപ്പിയറൻസ്, അവന്റെ പ്രത്യക്ഷത്തിലുള്ള രൂപവും അവന്റെ ഡ്രസ്സും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അട്രാക്റ്റഡ് എവരിവൺസ് അറ്റൻഷൻ. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കും. നമ്മള് ചിലരുടെ ഡ്രസ്സ് കാണുമ്പോൾ തന്നെ ഒന്ന് ശ്രദ്ധിക്കും അല്ലെ. ചിലപ്പോൾ നല്ല വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ നമുക്ക് ഇഷ്ടമുണ്ടാവും. അതുപോലെ തന്നെ ഏറ്റവും വല്ല ജോക്കറിനെ പോലെയൊക്കെ ഡ്രസ്സ് ഇട്ട് വരികയാണെങ്കിൽ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കും. അപ്പൊ ഇവിടെയും ഇവന്റെ ഡ്രസ്സും ഇവന്റെ അപ്പിയറൻസും കണ്ട എല്ലാവരും ഇവനൊന്ന് നോക്കുമെന്ന്. എന്താണ് അവന്റെ ഡ്രസ്സ് എന്ന് നോക്കാം. ഹിസ് ക്യാപ് വാസ് സെറ്റ് സ്മാർട്ട്ലി ഓൺ ഹിസ് ഹെഡ്. ഇനി അവൻ എങ്ങനെയാ ഡ്രസ്സ് ഇട്ടിരിക്കുന്നത്? ഹിസ് ക്യാപ്പ് തൊപ്പി was set smartly on his head. തലയിൽ വെച്ചിട്ടുണ്ട്. and the 3 bright feathers. തലയിൽ തൊപ്പി വെച്ചിട്ടുണ്ട്. ആ തൊപ്പിയുമ 3 feathers, 3 തൂവലുകൾ ഉണ്ട് കേട്ടോ. 3 bright feathers on it. ഡാൻസ്. ആ തൊപ്പിയുടെ മുകളിൽ ഇങ്ങനെ തൂവലിരിക്കും. ആ തൂവൽ എന്ത് സംഭവിക്കും? ഡാൻസ് ചെയ്യും. ബ്രീസ്, ഇളം കാറ്റില് ഡാൻസ് ചെയ്യാണ്. ആസ് ഹി റോഡ് റൈഡ് ചെയ്യുമ്പോ, സവാരി ചെയ്യുമ്പോ, അവനിങ്ങനെ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് കാറ്റ് വരില്ലേ? ആ കുതിരപ്പുറത്ത് ഇങ്ങനെ പോകുന്ന സമയത്ത് എന്താ സംഭവിക്കാം? കാറ്റ് വരുമ്പോ ഈ തൊപ്പിയുടെ മുകളിലുള്ള 3 തൂവലുകൾ കിടന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നു. അറ്റ് ദ മെയിൻ എൻട്രൻസ് അത്. അങ്ങനെ അവനിപ്പോ എവിടെ എത്തിക്കാണ്? ഈ കൊട്ടാരത്തിന്റെ വാതിക്കെത്തി. ദ മെയിൻ എൻട്രൻസ് ടു ദ പാലസിന്റെ, കൊട്ടാരത്തിന്റെ
മെയിൻ എൻട്രൻസില് പ്രധാന കവാടത്തിന്റെ അവിടെ വന്നപ്പോ അവനെ തടഞ്ഞു. രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് സാധാരണ ഇങ്ങനെ വരുന്ന ആളുകളെ കയറ്റുവോ? നല്ല വെൽ ഡ്രസ്ഡ് ഒക്കെ ആണെങ്കിൽ കയറ്റിയനെ. പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു വേഷം ഇട്ട് വന്നപ്പോ ആരാണ് അവനെ ആദ്യം തടഞ്ഞു നോക്കാം. അടുത്ത ക്യാരക്ടർ നമുക്ക് ഇതിൽ പഠിക്കാനുള്ള ക്യാരക്ടറാണ്. ഫസ്റ്റ് ക്യാരക്ടർ ഇപ്പൊ ആരാ പറഞ്ഞത്? ടില്ല്. അത് കഴിഞ്ഞ് അടുത്ത ക്യാരക്ടറാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. അവിടുത്തെ ഗാർഡിന്റെ ക്യാപ്റ്റൻ കോൾഡ് ഔട്ട് ടു ഹിം. അവനെ കോൾഡ് ഔട്ട്, വിളിച്ചു. എന്ന് പറഞ്ഞ വിളിച്ചേ, ഹേയ് ദയർ, അവിടെ നിൽക്കാൻ. യു ഫെൽ ഓൺ ദ ഡോങ്കി. കഴുതപ്പുറത്ത് വന്നവനെ എന്ന്. കഴുതപ്പുറത്ത് വന്ന നീ ഒന്നവിടെ നിക്ക്. വി ഡോണ്ട് അലൗ എനി ലോഫേഴ്സ് ഹിയർ. ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യില്ല? വി ഡോണ്ട് അലൗ ചെയ്യാം, അനുവദിക്കുക. ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങൾ അനുവദിക്കില്ല എനി ലോഫേഴ്സ് ഹിയർ. ലോഫർ വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെ, ഈ അലഞ്ഞു തിരിഞ്ഞ ആളുകളെ നടക്കുന്ന ആളുകളെ ഒന്നും ഞങ്ങൾ ഇങ്ങോട്ട് കയറ്റില്ല. യു ആൻഡ് യുവർ ഡോങ്കി ഓൾറെഡി ലുക്ക് ലൈക്ക് സ്കെൽട്ടൻ. നീയും നിന്റെ ഡോങ്കിയും രണ്ടുപേരും സ്കെൽട്ടൻ ആണ്. സ്കെൽട്ടൻ അസ്ഥിപഞ്ചരം പോലെ, തിന്നാനൊന്നും ഇല്ലാതെ അസ്ഥിയൊക്കെ ഇങ്ങനെ ഒട്ടി പിടിച്ച് വെറുതെ അസ്ഥി പോലെ തോന്നുന്നു. എന്ന് വെച്ചാൽ മാംസമൊന്നും ഇല്ല നിങ്ങളുടെ ദേഹത്ത്. എന്ന് പറഞ്ഞാൽ എന്താ? യു ആർ വെരി സ്കെൽട്ടൻ എന്ന് പറഞ്ഞാൽ വെരി സ്ലിം, വളരെ ക്ഷീണിച്ച് ദേഹത്തെ എല്ലിങ്ങനെ ഒട്ടിയിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഒട്ടും മാംസമില്ല, ഒട്ടും വണ്ണയില്ലാതെ ക്ഷീണിച്ചിരിക്കുന്ന നിങ്ങളെ ഇങ്ങോട്ട് കയറ്റാൻ പറ്റില്ല എന്ന്. കിട്ടിയോ? അപ്പൊ എന്താണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്? എന്താ പറഞ്ഞ? നമ്മുടെ മെയിൻ ഇമ്പോർട്ടന്റ് ക്യാരക്ടർ പറഞ്ഞു. ആരാ? ടില്ലാണ്. ആൻഡ് ഹു വാസ് എ ടിൽ? ടിൽ ആരാണെന്ന് വരുന്നുണ്ട്. ടിൽ എന്ന് പറഞ്ഞാൽ ടിൽ എന്താണ്? എവിടേക്കാ വന്നിരിക്കുന്നത്? അത് ഇവിടെ പറഞ്ഞു. ഫസ്റ്റ് പാരഗ്രാഫിൽ ആരാണ് ടിൽ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ. ടില്ല് എന്തിനാ വന്നേക്കണേന്ന് പറഞ്ഞിട്ടുള്ളൂ. ടിൽ ഈസ് എൻ ആർട്ടിസ്റ്റ്. പക്ഷെ അത് അടുത്ത പാരഗ്രാഫിൽ വരുന്നുള്ളൂ. ടിൽ ഒരു നല്ലൊരു ആർട്ടിസ്റ്റ് ആണ്. പക്ഷെ ഇവിടെ പറയുന്നത് ടിൽ വരികയാണ്. ടിൽ എങ്ങോട്ടാ വന്നിരിക്കുന്നത്? ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗില്. ഇനി എങ്ങനെയാ ടില്ല് വന്നിരിക്കുന്നത്? ഓൺ ഹിസ് ഡോങ്കി, കഴുതപ്പുറത്താണ് വന്നിരിക്കുന്നത്. ഇനി അവനെ കുറിച്ച് പറയുന്നുണ്ട്, പഠിക്കണമല്ലാതെ. എന്താണ്? എന്താണ്? ഹിസ് ക്യാപ് വാസ് സെറ്റ് ഓൺ ഹിസ് ഹെഡ് ആൻഡ് the 3 bright feathers on it danced in the breeze as he rode. അവനിങ്ങനെ ഈ കഴുതപ്പുറത്ത് ഇങ്ങനെ സവാരി ചെയ്യുമ്പോ അവന്റെ തലയിലുള്ള തൊപ്പിയുമാൻ 3 തൂവലുണ്ട്. ഈ തൂവൽ ഇങ്ങനെ കിടന്ന് ആടുന്നുണ്ട് എന്ന്. അങ്ങനെ വന്ന് അവൻ എവിടേക്ക് എത്തി? എവിടെയാ വന്നിരിക്കുന്നത് ഇപ്പോ? ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിന്റെ കൊട്ടാരത്തിലേക്ക് എത്തിയപ്പോ അവനെ തടഞ്ഞു. ആരാ തടഞ്ഞത്? ഒരാളവനെ തടയാണ്. ഏയ് നീ അങ്ങോട്ട് പോകല്ലേ എന്ന്. ആരാണ്? നോക്കത് അണ്ടർലൈൻ ചെയ്തിരിക്കുക. സെക്കൻഡ് ക്യാരക്ടർ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്സ്. ആരാണ്? ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വന്നിട്ട് പറയാണ്, യു കാൻ ഗോ ദയർ, യു കാൻ ഗോ ഇൻസൈഡ് ദ കോർട്ട്. ആ കോർട്ടിന്റെ ഉള്ളിലേക്ക് നിനക്ക് പോകാൻ പറ്റില്ല. യു കാൻ സീ അവർ ആർച്ച് ഡ്യൂക്ക്. ഞങ്ങളുടെ ആർച്ച് ഡ്യൂക്കിനെ കാണാൻ സമ്മതിക്കില്ല. ബിക്കോസ് യു ലുക്ക് ലൈക്ക് എ ലോഫർ. നീ ആരെ പോലെയാ? നിന്നെ കാണുന്നത് എങ്ങനെയാണ്? ഒരു ലോഫർ. ഞങ്ങൾ ഇങ്ങനെ ലോഫേഴ്സിനെ ഒന്നും ഇങ്ങോട്ട് കയറ്റില്ല. അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ ആളുകളെ ഒന്നും ഞങ്ങളിങ്ങനെ ഞങ്ങളുടെ കൊട്ടാരത്തിൽ കേട്ടില്ല എന്ന് അയാൾ തടഞ്ഞു. മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മൾ ആദ്യത്തെ പാരഗ്രാഫിൽ പറഞ്ഞത്. രണ്ടാമത്തെ പാരഗ്രാഫ് കൂടി എടുക്കാം. The captain of the guard was a tall, well-built, red-haired man of about 25. അലൈൻ പഠിക്കണം എല്ലാവരും, കാരണം അത് അടുത്തതാണ്. ക്യാരക്ടർ സ്കെച്ച് ആണ് ക്യാപ്റ്റനെ കുറിച്ച്. അപ്പൊ നമ്മുടെ ടില്ലിനെ കുറിച്ച് പറയുന്നത് ഇനിയും പറയുന്നുണ്ട്. ആ സെന്റൻസുകൾ ഞാൻ അടയാളപ്പെടുത്തി തരാം, അത് പഠിക്കാം. അതുപോലെ തന്നെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് പറഞ്ഞു തരാം. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് എ ടോൾ. ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് എന്താണ്? ടോൾ, നല്ല ഉയരത്തില്, വെൽ ബിൽഡ്, നല്ല ആരോഗ്യം, റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. റെഡ് ഹെയർഡ്, നല്ല ചുവന്ന മുടിയുള്ള ഒരു മാൻ ആണ്. അബൌട്ട് 25. എത്ര വയസ്സുണ്ട്? 25. 25 വയസ്സ് പ്രായമുള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല ഉയരമുള്ള ഒരു മനുഷ്യനാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. കിട്ടിയോ എല്ലാവർക്കും? ഫസ്റ്റ് സെന്റൻസ് പഠിച്ചേ. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് എന്താണ്? പഠിക്കണം. അത് സെന്റൻസ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് കിട്ടണം. ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വാസ് എ ടോൾ, വെൽ ബിൽഡ്, റെഡ് ഹെയർഡ് മാൻ ഓഫ് അബൌട്ട് 25. ഇനി അടുത്തത് കൂടിയിട്ട്, ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്ഡ്. നമ്മൾ നേരത്തെ ടില്ലിന്റെ ഡ്രസ്സിനെ കുറിച്ച് പറഞ്ഞു.
ഇനി ഈ ഗാർഡിന്റെ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ കുറിച്ച് പറയാണ്, ഹി വാസ് ഹാൻഡ്സംലി ഡ്രസ്. എന്താ ഹാൻഡ്സംലി ഡ്രസ്? വെൽ ഡ്രസ്, നല്ല ഡ്രസ്സാണ്. ഇൻ ഹിസ് ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. ഇയാളുടെ ഡ്രസ്സിന് എന്താണുള്ളത്? ഗോൾഡ് ബ്രെയ്ഡഡ്. ഗോൾഡ് എന്താ? സ്വർണം. സ്വർണം കൊണ്ട് ബ്രെയ്ഡഡ്. അരികത്ത് അതിന്റെ ബൗണ്ടറി ആയിട്ട് അതിന്റെ അരികത്തൊക്കെ എന്ത് വെച്ചിട്ടുണ്ട്? ഗോൾഡ് ആണ്. ഗോൾഡ് ബ്രെയ്ഡഡ് യൂണിഫോം. ഗോൾഡ് കളറിൽ തിളങ്ങുന്ന യൂണിഫോം ആണ്. ആരുടെ യൂണിഫോം? ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. അപ്പൊ ഇവിടെ ടില്ലിനെ അയാൾ വിളിച്ചു വരുത്തുകയാണ് അല്ലെ. ഏയ് നിക്ക്, നീ പോകല്ലേ എന്ന് പറഞ്ഞ്, നിന്നെ തടയി, നിന്നെ വിടില്ല ഞങ്ങളെ എന്ന് പറഞ്ഞ് പിടിച്ചപ്പോ ടിൽ ലുക്ക്ഡ് അറ്റ് ഹിം കൂളി. കൂളി with a cool, with a calm, വളരെ കാമായിട്ട്, വളരെ ശാന്തനായിട്ട് അവനെ നോക്കുകയാണ്. And then dismounted from his donkey. Dismounted എന്താ? മൗണ്ടഡിന്റെ ഓപ്പോസിറ്റ് ആണ് ഡിസ്മൗണ്ടഡ്. മൗണ്ടഡ് എന്താ? മൗണ്ടൻ എന്താ? മല. മൗണ്ടഡ് കയറുക. മൗണ്ടഡ് കയറുക. അപ്പൊ ഡിസ്മൗണ്ടഡ് എന്താ? ഇറങ്ങുക. കിട്ടിയോ മിനി? മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ കയറുക, ഡിസ്മൗണ്ടഡ് ഇറങ്ങുക. അപ്പൊ ഇവിടെ ഡിസ്മൗണ്ടഡ് ആണ്. ഡിസ്മൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഏതിന്റെ ഓപ്പോസിറ്റ് ആണ്? മൗണ്ടഡ്. മൗണ്ടഡിന്റെ ഓപ്പോസിറ്റ് ഡിസ്മൗണ്ടഡ്. അപ്പൊ ഇവിടെ എന്താണ്? ആൻഡ് ദെൻ ഡിസ്മൗണ്ടഡ്. ഡിസ്മൗണ്ടഡ് ഇറങ്ങി. ഫ്രം ഹിസ് ഡോങ്കി. വളരെ ശാന്തനായിട്ട് ഇയാൾ തടഞ്ഞ വഴിക്ക്, നീ കുതിരപ്പുറത്ത് പോകുന്നവനെ, നീ അങ്ങനെ പോകല്ലേ, നീ അവിടെ നിൽക്ക് എന്ന് പറഞ്ഞ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് വിളിച്ച വഴിക്ക് വളരെ ശാന്തനായിട്ട് ടില്ല് കഴുതയുടെ പുറത്തുനിന്ന് ഇറങ്ങി. He bowed low. He bowed low. Bow ചെയ്യാം, തല കുനിച്ച്. And said, may God bless you, sir captain. വളരെ ആദരവോടുകൂടി, വളരെ എളിമയോടുകൂടി അയാളുടെ മുൻപിൽ തല കുനിച്ചുകൊണ്ട് അയാളോട് പറയുന്നത്, God bless you, നിന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. സർ ക്യാപ്റ്റൻ, if I look like a skeleton, ഇനി ഞാൻ സ്കെൽട്ടൻ ആണെങ്കിൽ ഇറ്റ് ഈസ് നോട്ട് മൈ ഫോൾട്ട്, അത് എന്റെ തെറ്റല്ല. ഇവിടെ പറഞ്ഞില്ലേ, നീയും നിന്റെ കഴുതിയും സ്കെൽട്ടൻ ആണ് പറഞ്ഞില്ലേ, അതുകൊണ്ട് നിങ്ങളെ കടത്തിലാണ്. അപ്പൊ ഇവൻ വളരെ ബഹുമാനത്തോടു കൂടി തന്നെ, ചീത്ത പറയല്ല ചെയ്ത്, വളരെ ബഹുമാനത്തോടുകൂടി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനോട് പറയുകയാണ്, ഞാൻ സ്കെൽട്ടൻ ആണ്. പക്ഷെ ഞാൻ സ്കെൽട്ടൻ ആണെങ്കിൽ അതിന്റെ തെറ്റാറിയാ, എന്റെ തെറ്റല്ല. He bowed low and said, may God bless you, sir captain. If I look like a skeleton, ഞാനൊരു സ്കെൽട്ടൻ ആണെങ്കിൽ it is not my fault, അത് എന്റെ തെറ്റല്ല. I am very hungry. വിശപ്പ്, എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. I have come here. അത് പറയണേ, ഞാൻ ഭക്ഷണം കഴിക്കാണ്ടല്ല, എനിക്ക് വിശക്കാണ്ടല്ല, എനിക്ക് കിട്ടാതെയാ. അപ്പൊ എന്റെയാണോ തെറ്റ്? അല്ല. I have come here because I am forced to. ഞാൻ ഇവിടേക്ക് വന്നത് എന്തിനാണ്? I am forced. നിർബന്ധിതനാകുകയാണ്. If you will be so good, ഇനി നിനക്ക് നീ അത്രയും നല്ലതാണ്, ഇനി ഒരു കാര്യം, ഞാൻ ഇവിടെ വരുന്നില്ല, കൊട്ടാരത്തിലേക്ക് കയറുന്നില്ല, ഞാൻ സ്കെൽട്ടൻ ഇനി ആവില്ല, നീ ഒരു കാര്യം എനിക്ക് ചെയ്തെന്നാ മതി. എന്താ മതി? If you will be so good as to give me a piece of gold cord, നൂല്, നിന്റെ ഡ്രസ്സിന്റെ സൈഡിലൊക്കെ സ്വർണ്ണലി വെച്ച് പിടിപ്പിച്ചാണ്, ആ സ്വർണത്തിന്റെ ഒരു കഷ്ണം എനിക്ക് തരാൻ. And that you wear on your coat, നിന്റെ കോട്ടുമ ധരിച്ച്, നീ ധരിക്കുന്ന നിന്റെ കോട്ടുമുള്ള ആ സ്വർണത്തിന്റെ ബോർഡർ ഇങ്ങനെ വെച്ചിട്ടില്ലേ, അതിനൊരു കഷ്ണം സ്വർണം തരാൻ. I will go, ഞാൻ അതുകൊണ്ട് പൊക്കോളാം. And hang myself by the teeth, എന്റെ പല്ലുകൊണ്ട് ഞാൻ തൂങ്ങി പിടിച്ചോളാം. എന്തിനെ? on that large leg of mutton. മട്ടന്റെ ആടിന്റെ കാലിങ്ങനെ ഇട്ടിട്ടുണ്ടാവില്ലേ, ആ കാലിമ ഞാൻ കടിച്ച് പിടിച്ച് തിന്നോളാം എന്ന്. പൈസ കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ നീ ഒരു സ്വർണത്തിന്റെ കഷ്ണം തന്നാൽ ഞാൻ എന്ത് ചെയ്തോളാം? ഞാൻ നിറയെ ആട്ടിറച്ചി വാങ്ങിച്ചു കഴിച്ചോളാം എന്ന്. ദാറ്റ് ഐ സീ ഹാങ്ങിങ് ഇൻ ദ ബുച്ചേഴ്സ് ഷോപ്പ്. ബുച്ചറിന്റെ, കശാപ്പുകാരന്റെ ഷോപ്പിൽ ഞാൻ കണ്ട ആ മട്ടന്റെ കാല് ഞാൻ ഇങ്ങനെ കണ്ടിരുന്നോടെ, ആ കാല് ഞാൻ വാങ്ങിച്ചു തിന്നോളാം. ഞാൻ പിന്നെ സ്കെൽറ്റനൊന്നും ആവില്ല, എനിക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും, ഞാൻ നല്ല ഹാൻസം ആകുമെന്ന്. അപ്പൊ എന്തെന്ന് പറഞ്ഞുകൊണ്ടാ ആ ക്യാപ്റ്റൻ കളിയാക്കിയത്? എന്താ പറഞ്ഞത്? ഒറ്റ വാക്ക് പറഞ്ഞു, യു ആൻഡ് യുവർ ഡോങ്കി ലുക്ക് ലൈക്ക് സ്കെൽറ്റൻ. നീയും നിന്റെ കഴുതി രണ്ടുപേരും എന്താണ്? നീയും നിന്റെ കഴുതി രണ്ടുപേരും സ്കെൽട്ടൻ ആണ് അല്ലെ, അസ്ഥിക്കൂടങ്ങളാണ് നിങ്ങൾ എന്ന് പറഞ്ഞാൽ അവനെ കളിയാക്കാണ്. ദേഹത്ത് മാംസമൊന്നും ഇല്ലല്ലോ എന്ന്, ഒട്ടും വണ്ണമില്ലാത്തതിന് കളിയാക്കാണ്.
അപ്പോ അവൻ എന്താ ചെയ്തിട്ടില്ലേ, ടില്ലി ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡിനെ ചീത്ത പറയാതെ ഇറങ്ങി വളരെ ശാന്തനായിട്ട് ആ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി അയാളുടെ മുൻപിൽ തലകുനിച്ച് അയാളെ വെൽക്കം ചെയ്തുകൊണ്ട് പറയാണ്, സർ യു വാണ്ട് ടു ബി ഗുഡ്. നീ നീ നല്ലതാണെങ്കിൽ, എന്റെ തെറ്റല്ല ഞാൻ സ്കെൽട്ടൻ ആയത്. ഇഫ് യു ആർ ഗുഡ്, നീ നല്ല വ്യക്തിയാണ്, നിന്റെ ഉള്ളിൽ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിന്റെ ഡ്രസ് വെള്ള ആ സ്വർണത്തിന്റെ നൂലില്ലേ അത് കുറച്ച് എനിക്കൊന്ന് താ, ഞാൻ എന്ത് ചെയ്തോളാം. ഐ വിൽ ഗോ. ഞാൻ എന്ത് ചെയ്യും, ഞാൻ പോയിട്ട് ഇത് കൊടുത്തിട്ട് ആ സ്വർണം കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ബുച്ചർ ഷോപ്പിൽ മട്ടന്റെ കാലിങ്ങനെ കിടക്കുന്നുണ്ട്, അത് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ എന്റെ പല്ലുകൊണ്ട് കടിച്ചു തൂങ്ങിക്കോളാം. എന്ന് പറഞ്ഞാൽ എന്താ ഇതിനർത്ഥം, ഞാൻ കടിച്ചു തിന്നോളാം, ഞാൻ ഭക്ഷിച്ചോളാം. ആ ആടിന്റെ കാല് ഞാൻ വാങ്ങിച്ചു കൊണ്ടുപോയി ഞാൻ ഭക്ഷിച്ചോളാം എന്ന്. അപ്പൊ ഇത്രയും വരെ നമ്മൾ എടുക്കുന്നത്. ഇത് 2 പാരഗ്രാഫ് നന്നായിട്ട് വായിക്കുക. പക്ഷെ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കാനുള്ളത്, ക്വസ്റ്റ്യൻസ് ഉണ്ട് പഠിക്കാനായിട്ട് കേട്ടോ. 2 പാരഗ്രാഫിൽ എടുക്കുന്നുള്ളൂ. നമ്മൾ പാഠത്തിന്റെ തുടക്കമാണ്. പക്ഷെ ആ തുടക്കം തുടങ്ങി ശരിക്കും സ്റ്റോറി കിട്ടണം, നന്നായിട്ട് പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വെയർ ഡു ദ ഇവന്റ്സ് നരേറ്റഡ് ഇൻ ദ സ്റ്റോറി ടേക്ക് പ്ലേസ്? ഇതിൽ തന്നെയുണ്ട് കേട്ടോ. ചോദ്യത്തിന്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചേ. വെയർ ഡു ദ ഇവന്റ്സ്, എവിടെയാണ് ഇവന്റ് നരേറ്റഡ് ഇൻ ദ സ്റ്റോറി, ഈ സ്റ്റോറിയിൽ നരേറ്റ് ചെയ്യുന്ന വിവരിക്കുന്ന കഥ എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് കഥ നടക്കുന്നത്? എവിടെയാണ് കഥ നടക്കുന്നത്? നമ്മുടെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ എല്ലാവരും കണ്ടുപിടിച്ചേ. ഏതാ സ്ഥലത്തിന്റെ പേര്? എവിടെയാ? ബാറ്റൻബർഗ്. ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. എല്ലാവരും പഠിച്ചോ? എവിടെ തുടങ്ങിയ? ദ പാലസ്. രണ്ടാമത്തെ ലൈനിൽ കണ്ടോ? ഫസ്റ്റ് പാരഗ്രാഫിലെ രണ്ടാമത്തെ ലൈൻ, ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അവിടെ വരെ മതി കേട്ടോ. ദ പാലസ് ഓഫ് ദ ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അതിന്റെ സ്പെല്ലിംഗ് ശരിക്കും പഠിക്കണം കേട്ടോ. ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗിന്റെ സ്പെല്ലിംഗ് ശരിക്കും എഴുതി പഠിക്കാം. Where do the event take place? The event take place in the palace of Archduke of Battenberg. എല്ലാവരും പഠിച്ചു കഴിഞ്ഞില്ലേ? എവിടെയാ? ഒന്നുകൂടി പറഞ്ഞു നോക്കാം. The palace of the Archduke of Battenberg. രണ്ടാമത്തത്, മെൻഷൻ ദ 2 സെന്റർ ക്യാരക്ടേഴ്സ് യു ഐഡന്റിഫൈ അറ്റ് ദിസ് പോയിന്റ്. ഇതുവരെ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ കണ്ടിരുന്നു. എല്ലാവർക്കും മനസ്സിലായില്ലേ? ഇന്ന് എടുത്തതിൽ 2 ക്യാരക്ടേഴ്സ് അല്ലേ ഉള്ളൂ. ഏത് 2 ക്യാരക്ടേഴ്സ്? ഫസ്റ്റ് വൺ ദ ടിൽ. രണ്ടാമത്തത് പറഞ്ഞോ ആരാ? രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ആദ്യത്തെ ലൈൻ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ഒന്ന് ഫസ്റ്റ് പാരഗ്രാഫിലെ ഫസ്റ്റ് ലൈൻ ടില്ല് കണ്ടോ? രണ്ടാമത്തെ പാരഗ്രാഫിന്റെ ഫസ്റ്റ് ലൈൻ, ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. കിട്ടിയ എല്ലാവർക്കും മനസ്സിലായി? രണ്ടുപേരും ഈ 2 ക്വസ്റ്റ്യൻ പഠിച്ചാൽ മതി. ഈ 2 ക്വസ്റ്റ്യൻ പഠിക്കുക. ഈ 2 പാരഗ്രാഫാണ് നമ്മൾ എടുത്തത്. ഈ 2 പാരഗ്രാഫ് നന്നായിട്ട് പഠിക്കുക. കാരണം സ്റ്റോറിയുടെ സമ്മറി എഴുതാൻ കിട്ടണം. അപ്പൊ ആരൊക്കെയാണ് ഒന്നുകൂടി പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ 2 ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടുത്തു. ദ ഫസ്റ്റ് വൺ ഈസ് ദ ടിൽ. ടിൽ വന്നിരിക്കുകയാണ് ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. ആർച്ച് ഡ്യൂക്കിന് ഇതുവരെ വന്നിട്ടില്ല. ആർച്ച് ഡ്യൂക്കിനെ നമ്മൾ കണ്ടിട്ടില്ല. അടുത്ത ക്യാരക്ടർ അവിടേക്ക് വന്നത്, രണ്ടാമത്തെ ക്യാരക്ടർ വന്നത് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ് ആണ്. അവനെ തടയാൻ അല്ലെ, കൊട്ടാരത്തിലേക്ക് കടന്ന് അവനെ തടഞ്ഞതാണ് ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ഇനി അയാളെ കുറിച്ചും നമ്മൾ പഠിച്ചു. ഇനി പക്ഷെ ക്യാരക്ടർ സ്കെച്ച് ഞാൻ പിന്നെ പറയാം, അപ്പൊ പഠിച്ചാൽ മതി. ഈ 2 ക്വസ്റ്റ്യനും അതിന്റെ ഉത്തരവും കിട്ടിയില്ലേ? ആ രണ്ട് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ളത്. വേർ ഡു ദാറ്റ് ആക്ഷൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? എവിടെയാണ് നടക്കുന്നത്? Archduke, in the palace of the Archduke of Battenberg. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ്, ഹു ആർ ദ ക്യാരക്ടേഴ്സ്? ആരൊക്കെയാണ്? ടില്ലും പിന്നെ ദ ക്യാപ്റ്റൻ ഓഫ് ദ ഗാർഡ്. ഇത്രയും മതി, കുറച്ചെടുക്കണുള്ളൂ. ആ 2 ക്വസ്റ്റ്യൻ നന്നായിട്ട് പഠിക്കുക എല്ലാവരും. ഓക്കെ.